ഭീരുക്കളുടെ ആക്രമണത്തിൽ തളരാതെ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഭാരതം. നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിറതോക്കുമായി വേട്ടയാടിയ ഭീകരരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടെ കശ്മീരിലെ സാഹചര്യങ്ങൾ കരസേനാ മേധാവി പ്രതിരോധ മന്ത്രിയെ ധരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീനഗർ പോലീസ് ആസ്ഥാനത്തെത്തി പുഷ്പചക്രം അർപ്പിച്ചു. അതിനിടെ ആക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡർ കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ് എന്ന സൂചനകളും പുറത്തുവരുന്നു. ബാരാമുള്ളയിൽ 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും ശ്രീനഗറിൽ നിന്ന് നന്ദഗോപൻ, ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ. ആദ്യം നന്ദഗോപനിലേക്ക്. നന്ദഗോപൻ, ശ്രീനഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ചിന്തകൾ എന്താണ്? അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, ഭാരതം ഒന്നാകെ ഒരേ ചിന്തയിലാണ് ഇപ്പോഴുള്ളത്, തിരിച്ചടിക്കുക. എന്താണ് അവിടെ നടക്കുന്ന ചർച്ചകൾ? വീണ, ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മു കാശ്മീർ ആംഡ് പോലീസിൻ്റെ ആസ്ഥാനത്താണ്. പോലീസ് കൺട്രോൾ റൂമും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് 26 മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പഹൽഗാമിൽ നിന്നുമുള്ള മൃതദേഹങ്ങൾ ഈ ജമ്മു കാശ്മീരിലെ ആംഡ് പോലീസ് ആസ്ഥാനത്ത് എത്തിച്ചിരുന്നു. അല്പസമയം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇവിടെ എത്തി മൃതദേഹങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ചിരുന്നു. ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഈ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ അദ്ദേഹം അമിത് ഷാ പ്രത്യേക ഹെലികോപ്റ്ററിൽ ഈ അക്രമം നടന്ന പെഹൽഗാമിലെ ബൈസരൺ വാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം NIA-യുടെ ഉദ്യോഗസ്ഥരുണ്ട്, CBIയുടെ ഉദ്യോഗസ്ഥരുണ്ട്, CRPF-ൻ്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും അതേപോലെ തന്നെ ആർമിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇതിനപ്പുറം ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖല സന്ദർശിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം എങ്ങനെയാണ് ഈ ഭീകരർ അക്രമം നടത്തിയത്, അല്ലെങ്കിൽ ഈ മോഡോസ് ഓപ്പറാൻഡി അത് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായി ബോധ്യമാകുവാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം 3 മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ടായിരുന്നു. ആ മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അല്പസമയത്തിനകം ഏതാണ്ട് 1 മണിയോടുകൂടി ആ മൃതദേഹങ്ങൾ കൂടി ഇവിടെ ഈ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ 6 മൃതദേഹങ്ങൾ 6 ആംബുലൻസുകളായിട്ട് 6 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് എത്തിച്ചു. അത് ഏത് നാട്ടുകാരുടേതാണ് അല്ലെങ്കിൽ ഈ ഏത് സ്വദേശി ആണ് എന്നുള്ളത് ഇതിനോടകം വ്യക്തമായിട്ടില്ല. അത് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ പെഹൽഗാമുള്ളത്. പക്ഷെ അവിടെ ഇപ്പോഴും ഈ വിനോദസഞ്ചാരികൾ, നേരത്തെ വന്ന ആളുകൾ ഇപ്പോഴും ഈ റിസോർട്ടുകളിൽ മറ്റും തുടരുകയാണ്. അവരുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? ഒപ്പം അവരെ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള എന്തെങ്കിലും നടപടികളൊക്കെയും ഇനി നടക്കുമോ? വീണ, നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ പോലീസ് തയ്യാറാക്കി എന്നുള്ളതാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളുമായി കൃത്യമായി സംസാരിച്ച് ജമ്മു കാശ്മീർ പോലീസിലെയും അതേപോലെ തന്നെ CRPF-ൻ്റെയും സ്കെച്ച് എക്സ്പേർട്ടുകൾ അവർ 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഈ 3 ഭീകരർക്ക് അല്ലെങ്കിൽ ഈ രേഖാചിത്രം തയ്യാറാക്കിയവർക്ക് അല്ലെങ്കിൽ ഈ രേഖാചിത്രത്തിലുള്ളവർക്ക് ഈ പ്രദേശവാസികളുമായി ചില സാമീപ്യം അല്ലെങ്കിൽ അത്തരം ചില സാദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരം അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിനും അതേപോലെ തന്നെ CRPF-നും ബോധ്യമായ ഒരു കാര്യം, ഇത് പ്രാദേശിക സഹായത്തോടു കൂടിയാണ് ഇത്തരമൊരു അക്രമം നടത്തിയത് എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി വന്ന ഈ പെഹൽഗാമിലെ ഈ ബൈസരൺ വാലിയിലേക്ക് എത്തി അവിടെ ഭീകരവാദികൾക്ക് നിറയൊഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് പ്രാദേശികമായ കൃത്യമായ സഹായം അവർക്ക് ലഭിച്ചു. കൃത്യമായി ഈ ഏരിയയുടെ മാപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഭീകരവാദികൾക്ക് കൃത്യമായി ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭീകരവാദികൾ അല്ലെങ്കിൽ ആ വിവരങ്ങളുടെ പ്രദേശവാസികൾ കൂടി ഉൾപ്പെട്ട സംഘം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭീകരവാദികൾ ഇത്തരമൊരു ത്തിന് തയ്യാറായത്, മുതിർന്നത് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സന്ദർശനം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം NIA-യുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ CBIയുടെയും CRPF-ൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ വീണ സൂചിപ്പിച്ച ഒരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ ഈ പഹൽഗാം അതേപോലെ തന്നെ ബൈസൺ
ബൈസരൻ വാലിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ വിനോദസഞ്ചാരികളെയും ആ മേഖലകളിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ പെഹൽഗാം ഏരിയയിലെ ചില റിസോർട്ടുകളിൽ താമസിച്ചിരുന്നവർ അവരോടും പൂർണ്ണമായും ഒഴിഞ്ഞു മാറാൻ പറഞ്ഞേക്കുകയാണ്. കാര്യം ഇപ്പോഴും അവിടെ ഒരു ഭീകര അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷേ ഇന്നലെ ഭീകരാക്രമണം നടത്തിയ ഭീകരർ അവർ ഈ മേഖല വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഈ മേഖലയിലുള്ള വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ അപകടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്നും, ഈ പഹൽഗാം മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഈ വിനോദസഞ്ചാരികളെ ഒഴിപ്പിച്ച് അവർക്ക് അനന്തനാഗ് മേഖലയിലും അനന്തനാഗ് ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിനടുത്തായും അതേപോലെ തന്നെ ശ്രീനഗർ ഭാഗത്തായും അവരോട് മറ്റ് റിസോർട്ടുകളിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ജമ്മു കാശ്മീരിൽ തങ്ങേണ്ടവർക്ക് മറ്റ് റിസോർട്ടുകളിലേക്ക് മാറണം, ഈ മേഖലയിൽ നിന്നും പൂർണ്ണമായും ഒഴിയണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഏറ്റവും വലിയൊരു മുറിവാണ്. ആ മുറിവ് ഉണങ്ങാൻ സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും ആ മുറിവ് ഉണങ്ങണമെങ്കിൽ പ്രത്യാക്രമണം തിരിച്ചടി നൽകിയാൽ മാത്രമേ ഭാരതത്തിലെ ഓരോ മനുഷ്യരുടെയും മനസ്സിലേറ്റ മുറിവ് അതിന് അല്പമെങ്കിലും ആശ്വാസമുണ്ടാകൂ. സ്വാഭാവികമായും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെയും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വാക്കുകളിൽ അത് വ്യക്തമാണ്. കൃത്യമായി ഭാരതം തിരിച്ചടിക്കും. അതിന് ഒരുപക്ഷെ മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമായിരിക്കും ഇനി ശേഷിക്കാനുള്ളത്. അത്തരം ചരിത്രം ഭാരതത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇതിനു മുന്നേ CRPFിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണം, അതിന് പ്രത്യാക്രമണം ഭാരതം മണിക്കൂറുകൾക്കുള്ളിൽ നടത്തിയ ചരിത്രം ഭാരതത്തിനുണ്ട്. 2014 ശേഷം മറ്റൊരു ചരിത്രമാണ് ഭാരതത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഭരണ നിർവഹണം നടക്കുന്നത്. അവിടെ സൈന്യത്തിനും അതേപോലെ തന്നെ പോലീസിനുമൊക്കെ തന്നെ പൂർണ്ണമായ സ്വാതന്ത്ര്യം, അധികാരമാണ് ഈ ഭീകരവാദത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ആ അധികാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായും പോലീസും അതേപോലെ തന്നെ സൈന്യവും അർദ്ധസൈന്യ വിഭാഗവും ഇതിന്മേൽ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഭീകരർക്കായിട്ട് ഈ മേഖലയിൽ ഇപ്പോഴും സമഗ്രമായ തിരച്ചിലാണ് തുടരുന്നത്. അഡ്വാൻസ്ഡ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ സൈന്യത്തിൻ്റെ ഭാഗത്ത് തുടരുമ്പോൾ കശ്മീർ പോലീസിൻ്റെയും CRPFിൻ്റെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക സംഘം കാൽനടയായും അതേപോലെ തന്നെ കുതിരപ്പുറത്തുമൊക്കെ സായുധധാരികളായുള്ള ഭടന്മാർ ഈ മേഖലയിൽ അവർ തിരച്ചിൽ നടത്തുകയാണ്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ച് ശ്രീനഗറിൻ്റെ വിവിധ മേഖലകളിൽ കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ പെഹൽഗാമിൽ നിന്നും ഈ സന്ദർശനം പൂർത്തിയാക്കിയാൽ ആഭ്യന്തരമന്ത്രി വീണ്ടും എത്തുക ശ്രീനഗറിലേക്കായിരിക്കും. ഒരുപക്ഷെ വീണ്ടും ഇവിടെ ഒരു ഉന്നതതല യോഗം ചേരുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം തന്നെ അദ്ദേഹം ഡൽഹിക്ക് തന്നെ മടങ്ങുകയും അവിടെ ആയിരിക്കും ഉന്നതതല യോഗം എന്നുള്ളതും അത്തരം ചില റിപ്പോർട്ടുകളും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും നിലവിലെ സ്ഥിതികൾ കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രിയെയും പ്രധാനമന്ത്രിയും ധരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പെഹൽഗാമിൽ സംഭവിച്ചത് ഇന്നലെ, എന്താണ് അതിന് കാരണം, ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും പ്രധാനമന്ത്രിയെയും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയെയും ഒക്കെ തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ കൃത്യമായി ഇതിനോടകം തന്നെ ഈ 3 ഭീകരരെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ 3 ഭീകരരുടെ രേഖാചിത്രങ്ങളും പുറത്തുവിട്ട് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ അക്രമം നടന്നതിന് പിന്നാലെ തന്നെ ജമ്മു കാശ്മീർ പോലീസ് നേരത്തെ മുൻപ് തീവ്രവാദ ബന്ധമുണ്ടായിരുന്ന, മുമ്പ് ഭീകരവാദികളുമായി സഹകരിച്ചു പോരുന്ന ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനങ്ങളുണ്ടായിരുന്ന 4 പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. ആ 4 പേരിൽ നിന്നും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് പോലീസിൻ്റെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയത്. ഈ രേഖാചിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അവർ ഈ പ്രാദേശികപരമായ ആൾക്കാരുമായി ചില സാമീപ്യം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ ഈ പോലീസ് ഈ രേഖാചിത്രം കാണിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരം സാദൃശ്യമുള്ളവരെ അന്വേഷിച്ച് പോലീസ് അവരുടെ വീടുകളിലേക്ക് എത്തിയപ്പോൾ കുടുംബസമേതം അവർ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ പൂർണ്ണമായും കുടുംബസമേതം അവിടുന്ന് മാറുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഭീകരാക്രമണത്തിന്, ഇന്നലെ നടന്ന ഈ പെഹൽഗാം അറ്റാക്കിന് പ്രാദേശികമായ ബന്ധമുണ്ട് എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുന്നു എന്നുള്ളതാണ്. ഏതായാലും അധികം വൈകാൻ ഒരു തരത്തിലും ഇടയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ഭീകരവാദികളെ അഴിക്കുള്ളിലാക്കും, അല്ലെങ്കിൽ അവർക്ക് കർശനമായ
തക്കതായ ഇതേ നാണയത്തിലുള്ള മറുപടി ഭാരതത്തിൻ്റെ സൈന്യം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ മേൽത്തട്ടിലേക്ക് കൈമാറിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പല യോഗങ്ങൾ ഡൽഹിയിലും ശ്രീനഗറുമായി പുരോഗമിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകിച്ച് നോക്കിക്കാണേണ്ടത് ഈ ഭീകരവാദികൾ ഈ ആക്രമണത്തിനായി തിരഞ്ഞെടുത്ത ദിവസമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ ഭാരത സന്ദർശനം നടക്കുന്ന വേളയിലാണ്. സ്വാഭാവികമായും ഡൽഹി അടക്കമുള്ള ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ കർശന സുരക്ഷ കൂടി ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു പെഹൽഗാമിലെ ഈ മേഖലയിൽ ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടായത്. വളരെ അപ്രതീക്ഷിതമായാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായത്. എന്നാൽ ആ അക്രമത്തിൽ എടുത്തു പറയേണ്ടതും അല്ലെങ്കിൽ കൃത്യമായി തന്നെ വിലയിരുത്തേണ്ടതുമായ ഒരു കാര്യം, മതം നോക്കിയാണ് ഈ ഭീകരവാദികൾ ആക്രമിച്ചത്, വെടിവെച്ചത്, കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഭീകരവാദികൾ ആദ്യമെത്തി അവരോട് പേര് തിരക്കുന്നു, ഖുറാനിലെ ഒരു സൂക്തം ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. ഇതൊന്നും സാധ്യമാകില്ല ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. അവന് ഒരുപക്ഷെ ഖുറാനിലെ വചനങ്ങൾ അറിയുവാനുള്ള സാധ്യതകളില്ല. മാത്രമല്ല പേരിൽ തന്നെ ഒരുപക്ഷെ അവൻ ഹിന്ദുവാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വളരെ അടുത്ത് നിന്ന് പോലും ഈ ഭീകരവാദികൾ അവരെ ആക്രമിക്കാൻ തയ്യാറായത്. നേരത്തെ ഈ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ അതിൽ കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യ, അവർ ഇതിനോടകം പറയുന്ന ദൃശ്യങ്ങൾ, അവർ എന്താണോ വെളിപ്പെടുത്തിയത് അത് ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്നുണ്ട്. അവർ വ്യക്തമാക്കുന്നത് അവർ ഈ മുകളിൽ ഈ കുതിരയുടെ മണ്ടയ്ക്ക് കയറിയാണ് അവർ ഈ അവിടേക്ക് എത്തിയത്. അവിടെ നിന്നും പതുക്കെ തിരികെ ഇറങ്ങി ഒരു അവിടെ നടത്തിയിരുന്ന ഒരു കടയുടെ സമീപം നിന്ന് ഒരു ഗോൾഗപ്പ എന്ന് പറയുന്ന ഒരു വിഭവം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കാടിനുള്ളിൽ നിന്നും ഈ പട്ടാളത്തിൻ്റെ വേഷം ധരിച്ച് 3-4 പേർ എത്തുന്നു. അവർ പേര് ചോദിക്കുന്നു. ഹിന്ദുവാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ അയാളെ വധിക്കുന്നു. കർണാടകത്തിൽ നിന്നും മറ്റൊരു സ്ത്രീ വ്യക്തമാക്കിയത് തൻ്റെ ഭർത്താവിനെ വധിച്ചു. താനും മകനും ഭർത്താവും അടങ്ങുന്ന സംഘമായിരുന്നു ഇവിടെ കാശ്മീർ സന്ദർശിക്കാൻ ശ്രീനഗറിലേക്ക് എത്തിയത്. എന്നാൽ ഭർത്താവിനെ തൽക്ഷണം അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. തന്നെ കൂടി കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഭീകരവാദി അതിന് തയ്യാറായില്ല. നരേന്ദ്രമോദിയോട് ഇക്കാര്യം സൂചിപ്പിക്കണമെന്നുള്ള കാര്യം തന്നോട് പറഞ്ഞു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ അവർ വ്യക്തമാക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പരിക്കുകൾ ചിലരുടെയൊക്കെ തന്നെ ഗുരുതരമാണെങ്കിലും അവരുടെ ജീവഹാനിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ജീവഹാനി ഉണ്ടാകുന്ന ഒരു അവസ്ഥ അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ് ആരോഗ്യ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അതിനാൽ തന്നെ ഇനി ഒരു പക്ഷേ മരണസംഖ്യ ഉയർന്നേക്കാനുള്ള സാധ്യതകൾ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. 29 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു. അതിൽ 26 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ മൃതദേഹങ്ങളാണ് ശ്രീനഗറിലുള്ള ജമ്മു കാശ്മീരിൻ്റെ ആംഡ് പോലീസ് ആസ്ഥാനത്തേക്ക്, പോലീസ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്ന ആ ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. അവിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി അവിടെ പുഷ്പാർച്ചനയും അതേപോലെ തന്നെ അനുശോചനവും രേഖപ്പെടുത്തിയത്. ഏതായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണങ്ങാത്ത മുറിവായി ഭാരതീയരുടെ ഹൃദയത്തിൽ ഈ പൽഗാം അറ്റാക്ക് അവശേഷിക്കുന്നു, അക്രമം അവശേഷിക്കുന്നു. അതിന് തീർച്ചയായിട്ടും ഓരോ ഭാരതീയരുടെ മനസ്സിലും അതിന് അല്പമെങ്കിലും ആശ്വാസം ഉണ്ടാകണമെങ്കിൽ ഇതിന് പ്രത്യാക്രമണം നടത്തണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം ലോകരാജ്യങ്ങളാകെ ഭാരതത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഭാരതത്തിൻ്റെ നയതന്ത്ര വിജയം കൂടി ഇവിടെ എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അടങ്ങുന്ന ലോക രാഷ്ട്രങ്ങൾ, അതിശക്തരായ രാഷ്ട്രങ്ങളെല്ലാം ഭാരതത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ സംഭവത്തെ അപലപിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. വീണ.